നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിൽ വളരെ ദയനീയ പ്രകടനമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ അവർ പുറത്തായിരുന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വളരെ പിറകിലാണ് അവരുള്ളത്. അടുത്ത ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത അവർക്ക് ലഭിക്കില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. പ്രീമിയർ ലീഗിൽ മാത്രമായി 13 തോൽവികൾ അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ തോൽവികൾ ഏറ്റുവാങ്ങിയ ഒരു സീസൺ കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ അവരുടെ പരിശീലകനായ എറിക് ടെൻ ഹാഗിനെ പുറത്താക്കാൻ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനേജ്മെന്റ് ആലോചിക്കുന്നുണ്ട്. ഈ സീസണിന് ശേഷം എറിക് ടെൻ ഹാഗിന് പരിശീലക സ്ഥാനം നഷ്ടമാവാൻ തന്നെയാണ് സാധ്യത. മാത്രമല്ല, പുതിയ പരിശീലകനെ അവർ പരിഗണിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ഷോർട്ട് ലിസ്റ്റ് അവർ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് മറ്റാരുമല്ല, തോമസ് തുഷേലാണ്. അദ്ദേഹം ഇപ്പോൾ ബയണിന്റെ പരിശീലകനാണ്. എന്നാൽ ഈ സീസണിന് ശേഷം അദ്ദേഹം ബയൺ വിടുകയാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ സ്ഥിരീകരിക്കപ്പെട്ട ഒന്നാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചു വരാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്നത് തുഷേൽ തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ചെൽസി അദ്ദേഹം പരിശീലിപ്പിക്കുകയും അവർക്ക് യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുള്ള പരിശീലകനാണ് തുഷേൽ. അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകനാവാനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉള്ളത്. അതേസമയം മറ്റു ചില പരിശീലകരെ കൂടി അവർ പരിഗണിക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിന്റെ പരിശീലകനായ ഗാരറ്റ് സൗത്ത് ഗേറ്റ്, അതുപോലെ തന്നെ മുൻ റയൽ മാഡ്രിഡ് പരിശീലകനായ സിനദിൻ സിദാൻ, അതുപോലെ തന്നെ ജർമ്മനിയുടെ പരിശീലകനായ ജൂലിയൻ നഗൽസ്മാൻ എന്നിവരൊക്കെ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ സൗത്ത് ഗേറ്റുമായി ബന്ധപ്പെട്ട റൂമറുകൾ വളരെ സജീവമാണ്. സിനദിൻ സിദാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഏറ്റെടുക്കുമോ എന്നുള്ളത് വ്യക്തമല്ല. ജൂലിയൻ നഗൽസ്മാൻ ജർമ്മനിയുമായുള്ള തന്റെ കോൺട്രാക്ട് പുതുക്കിയിരുന്നു. അവിടെ തന്നെ തുടരാനാണ് സാധ്യത. മാത്രമല്ല, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വളരെ മോശമായ ഒരു നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 പരിശീലകരും ഈ ഒരു ക്ലബിനെ ഏറ്റെടുക്കാൻ തയ്യാറാകുമോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തോമസ് തുഷേലുമായി ബന്ധപ്പെട്ട റൂമറുകൾ വളരെ സജീവമായിക്കൊണ്ട് നിലനിൽക്കുന്നത്. ഈ ഒരു സീസണിന് ശേഷം തോമസ് തുഷേൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ ഏറെ വർദ്ധിച്ചു വരികയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.